അതിൽ ഒന്ന് ഭയം. പിന്നെ അതായത് ഇത് ക്യാൻസർ എങ്ങാണോ ആണെങ്കിലോ ഇത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു പ്രശ്നമുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ട്, കുടുംബത്തിനും പിന്നെ വ്യക്തിപരമായിട്ടൊക്കെ ഉണ്ടാകുന്ന കുടുംബത്തിൻ്റെ എങ്ങനെ ഇത് ചെയ്യും, സാമ്പത്തികമായിട്ടുള്ള ഇതെല്ലാം കൂടെയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ സ്റ്റിഗ്മ ഉണ്ട്, അജ്ഞതയുണ്ട്. ഇത് ചികിത്സിച്ച് ക്യാൻസർ എന്ന് പറഞ്ഞാൽ മരണം എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയല്ലല്ലോ. അപ്പോൾ അത് ആ ഒരു അജ്ഞതയും ഇതിന് കാരണമാണെന്ന്. പിന്നെ സ്ത്രീകളെ പറയുമ്പോൾ ഒരു ജെൻഡർ ഇത് കൂടിയുണ്ട്. അതായത് അങ്ങനെ ഒരു അഥവാ ഒരു തടിപ്പ് കണ്ടെങ്കിൽ ഇവർ പുറത്ത് പറയത്തില്ല. പറയും മാത്രമല്ല, മക്കൾ അല്ലെങ്കിൽ മറ്റ് കുടുംബാംഗങ്ങൾ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾ എന്താവും എന്നുള്ള അങ്ങനെ പല വ്യക്തിപരവും സാമൂഹികമായിട്ടൊക്കെയുള്ള കാരണങ്ങളാൽ ഇവരിത് പുറത്ത് പറയില്ല. അത് സ്ത്രീയെയും പുരുഷനെയും സംബന്ധിച്ചിടത്തോളം അത് കോമൺ ആണ്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭയം. രണ്ട്, അജ്ഞത. അതായത് ക്യാൻസർ എന്ന് വെച്ചാൽ മരണമാണെന്നുള്ളൊരു ധാരണ. അങ്ങനെയല്ല, ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. ഞാനെപ്പോഴും നമ്മുടെ സംസാരിക്കുന്നവരോട് ചോദിക്കും, ഇത് അവസാന ഘട്ടത്തിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിലും ചികിത്സിക്കണ്ടേ? പക്ഷെ ഇപ്പോൾ ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ആത്മവിശ്വാസമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ചാൽ, ഇപ്പോൾ ട്രീറ്റ് ചെയ്താൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നുള്ളൊരു ആത്മവിശ്വാസം. പിന്നെ വ്യക്തിക്കും കുടുംബത്തിനും അല്ലെ ചുറ്റും ഒപ്പം സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളുടെ സങ്കീർണതയും കുറയല്ലേ ആദ്യഘട്ടത്തിൽ ഇത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാം. അപ്പോൾ ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ കുറേ ക്യാൻസർ സർവൈവേഴ്സിനെയും ഈ ക്യാമ്പയിനിൽ ഭാഗമാക്കുന്നുണ്ട്. കുറേ പേർ നമ്മൾ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഇങ്ങനെയാണ്, എത്രയോ വർഷം മുൻപ് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്തു, ചികിത്സയെടുത്തു, ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒരു ക്യാൻസർ മുക്തമാണ് എന്നുള്ള നിലയിൽ വളരെ ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. ആത്യന്തികമായി ഹെൽത്തി ലൈഫ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ലോഗോ നമ്മൾ ഇതിൻ്റെ പോസ്റ്റർ ഇവിടെ കാണിക്കും. അതിൽ തന്നെ ഇപ്പോൾ ഈ ആർദ്ര മിഷൻ 2 നമ്മൾ 10 കാര്യങ്ങളിൽ ഒന്ന് ഹെൽത്തി ലൈഫ് ക്യാമ്പയിനാണ്. ഇപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യുക, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക. ഇപ്പം ഹൈ റിസ്ക് കാറ്റഗറിയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഒബീസിറ്റി ഒരു കാരണമാണ്. പിന്നെ കുഞ്ഞുങ്ങൾ ജനിക്കാൻ താമസിച്ചിട്ടുള്ള അമ്മമാർ. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നെങ്കിൽ ഇത് അങ്ങനെയൊക്കെയുള്ള ഹൈ റിസ്ക് കാറ്റഗറി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള അവബോധവും നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം ഇടുന്നത്. ഒപ്പം നിൽക്കുക, ഭയത്തെ അതിജീവിക്കുക, അജ്ഞതയെ അകറ്റുക, ആളുകളിൽ കോൺഫിഡൻസ് രൂപീകരിക്കുക എന്നുള്ളതാണ്.